ഹലോ, സെപ്പറേറ്റ് ആവാനുള്ള ഒരു റീസൺ എന്തായിരുന്നു? ഒന്ന് എന്തുകൊണ്ടാണ് വേർപിരിയാം എന്ന് തീരുമാനിച്ചത്? എങ്ങനെയാണ് കിഷോർ സത്യനെ കാണുന്നത്, പരിചയപ്പെടുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? എനിക്ക് എനിക്ക് വെച്ച് കഴിഞ്ഞാല് ഇനി കിഷോറിന് ഞാൻ ഇങ്ങനെ മറച്ചു വെച്ച് കഴിഞ്ഞാല് പുള്ളി എന്നെ കുറിച്ച് കുറെ പരാതി പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഭാര്യയോടും മോനോടും മാപ്പ് ചോദിച്ചിട്ട് ഈ സംഭവം ഞാൻ പറയാം. ഓക്കെ, സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ആ 4 മാസം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. JB ജംഗ്ഷനിൽ എപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ വൂമ്പില് കുറെ ഹോൾസ് ഉണ്ടായിരുന്നു. അത് നേരത്തെ ഉണ്ടായിരുന്ന ഹോൾസ് ഒന്നും അല്ല. ഞാൻ ആക്ച്വലി പ്രഗ്നന്റ് ആയിരുന്നു. മറ്റേ ഇവര് കിഷോർ അതിനെ അബാർട്ട് ചെയ്യാൻ പറഞ്ഞു ആ കൊച്ചിന്. കാരണം ഈ സ്റ്റാർ നെറ്റ് പ്രോഗ്രാം ഞാൻ പോയപ്പോ ഇടയ്ക്ക് ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ ഐ കാൻ കണ്ടിന്യൂ ഷോ, ഐ കാൻ ഡാൻസ്. കാശ് പറയില്ല. പുള്ളി അടുത്തപ്പോ കാശ് ഒന്നും ഇല്ലാതായിരുന്നു. പുള്ളി കടങ്കാരനായിരുന്നു ഷാർജയിൽ. അപ്പൊ പുള്ളി പറഞ്ഞു നീ ഡാൻസ് ചെയ്തിട്ട് വേണം എനിക്ക് ക്യാഷ് കിട്ടാൻ. അപ്പൊ സമ്മതമാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കൊച്ചിനെ ഒഴിവാക്കിയിട്ട് എന്താ ഞാൻ ലൈറ്റ് ആയിട്ട് മൂവ്മെന്റ്സ് ചെയ്യാം, ഡാൻസ് ചെയ്യാം. ഇത് വേണ്ട, നെക്സ്റ്റ് കൊച്ചു ഉണ്ടാവുമല്ലേ, അതെന്താ ഇത്ര ധൃതി? ഇപ്പൊ തന്നെ കൊച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ആ കൊച്ചിനെ അബാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഗൾഫ് കൺട്രിയിൽ നോ അബാർഷൻ. ഞാൻ ഇന്ത്യയിലേക്ക് വന്നു, അബാർഷൻ ചെയ്ത് തിരിച്ചു പോയിട്ട് ആ സ്റ്റാഡിൽ കണ്ടിന്യൂ ചെയ്തു. ആ സ്റ്റാഡിൽ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് തീർത്തു. ആ സമയത്താണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായി. പുള്ളിയുടെ ഫ്രണ്ടിന്റെ ഭാര്യയോട് പുള്ളിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. കാരണം ഞാൻ പുള്ളി വെച്ചാൽ കഷ്ടപ്പാട് കൊണ്ട ഒരു മനുഷ്യനാണ്. അപ്പോ ഒരു ഭാര്യയായിട്ട് സഹായിക്കാൻ വെച്ചിട്ടാണ് ഞാൻ ആ കൊച്ചിനെ അബാർട്ട് ചെയ്തത്. എന്നിട്ടും നമ്മളോട് സ്നേഹമല്ല വേറെ പിന്നോട് സ്നേഹം അറിഞ്ഞപ്പോ ഞാൻ ഇട്ടിട്ട് വന്നു. അതാ സത്യം. പുള്ളിയുടെ കരിയറിന് വേണ്ടിയിട്ട് ചേച്ചിനെ യൂസ് ചെയ്തോ? എന്ന് വെച്ചാൽ അവസരങ്ങള് സിനിമയിലോ അല്ലും അങ്ങനെ വല്ലതും അവസരം കിട്ടാനായിട്ട് ചേച്ചിനെ യൂസ് ചെയ്തിട്ടുണ്ടോ? അതായത് എനിക്കൊരു സുഹൃത്തായിട്ട് നിൽക്കാമല്ലോ, ഞാൻ സഹായപ്പെട്ടിരിക്കുമല്ലേ. ഇപ്പൊ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്, നാളെ നിങ്ങൾ സിനിമ രംഗത്ത് പറഞ്ഞെങ്കിൽ എന്നെ വിളിച്ചാൽ ചേച്ചി എനിക്ക് സഹായം ചെയ്യുമോ? പറ്റുമെങ്കിൽ ചെയ്യാം. ഞാൻ ഒരു ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുന്ന കക്ഷിയാണ് ഞാൻ. അപ്പൊ അത് ചെയ്തിരിക്കാമല്ലോ. അപ്പൊ അതിന് വേണ്ടിട്ട് കട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആവശ്യമില്ലല്ലോ. JB ജംഗ്ഷനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു മോനിനും ഭാര്യനും പ്രശ്നം വരരുത്, അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാതെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ് ഒഴിവായി. പക്ഷെ അവൻ വെറുതെ പരാതി ഉണ്ടാക്കുമ്പോ പുള്ളി എന്താ ചിന്തിക്കുന്നത്? പുള്ളി മോഹൻലാലാണോ മമ്മൂട്ടിയാണോ? പുള്ളിനെ പേടിപ്പിച്ച് ഞാൻ വിവാഹം കഴിക്കാൻ? ഞാൻ ഒരാളിന്റെ ഒരു തളർച്ചിനെ ഇങ്ങനെ കോമഡി ആയിട്ട് യൂസ് ചെയ്യുന്ന കക്ഷി കിഷോറാണ്. ഇപ്പൊ ബോധ്യമായല്ലേ. ഞാൻ എന്റെ മാനസിക തളർച്ച കൊണ്ടാണ് എന്റെ കൈ മുറിച്ചു. ഒരു സ്നേഹം പോയി, ഒരു ബന്ധം പോയി, ഇനി അയാളോട് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ആലോചിച്ചിട്ട് കൊണ്ടാണ് കൈ മുറിച്ചു. അതിനെ കോമഡി ആയിട്ട് യൂസ് ചെയ്യാൻ കിഷോർ സത്യ അല്ലേ? ബ്ലേഡ് കൊണ്ട് ഞാൻ പേടിപ്പിക്കുന്നു അല്ലേ? ഇത് കോമഡി അല്ലേ ഒരു പെണ്ണിന്റെ കൂടെ ചെയ്യുന്നത്? ഞാൻ ഒരു ആണിനോട് ഒരു ബന്ധപ്പെട്ടിട്ട് അത് മുറിയുമ്പോഴാണ് എന്റെ കൈ മുറിച്ചിട്ട് ജീവിക്കാൻ പറ്റാതാണ് എന്റെ കൈ മുറിച്ചു. എത്ര സ്ഥലങ്ങൾ കൈ മുറിച്ച് JB ജംഗ്ഷൻ ഞാൻ കാണിച്ചു. കൈ മുറിച്ചിട്ടുണ്ട്, കാല് മുറിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ഒരു അവസ്ഥയിലാണ് ഞാൻ കൈ മുറിച്ചത്. അത് കോമഡിയാണ് കിഷോർ സത്യാണ്. പേടിപ്പിച്ച് കെട്ടാൻ ഇവൻ എന്താ മന്ത്രിന്റെ മോനാണോ? അല്ല ഇവൻ എന്താ വലിയ സൂപ്പർ സ്റ്റാർ ആണോ? ആ സമയത്ത് എന്താണ് പുള്ളിയുടെ വിചാരം എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഈ ടെൻഷൻ കൊണ്ടാണ് ഇപ്പൊ ഞാൻ സത്യം പുറത്തെ പറഞ്ഞു. JB ജംഗ്ഷനിനോട് ഞാൻ ഡീസെന്റ് ആയിട്ട് പെരുമാറി. കിഷോർ സത്യ വളരെ പോപ്പുലാരിറ്റിന് വേണ്ടി കട്ടിങ് പറഞ്ഞ് ഞാൻ മാറി. അത് ഇതൊക്കെ കൊണ്ടുവരേണ്ടത്. പിന്നെ അമ്മൻ വെച്ച് കഴിഞ്ഞാൽ എന്നെ വിവാഹം ചെയ്തപ്പോൾ പോലും മറ്റേ രജിസ്റ്റേർഡ് മാരേജിൽ ഇന്ന് ഒപ്പിട്ട് കൊടുത്തത് എന്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഷൈലാന്ന് പറഞ്ഞ ഒരു ദേഹമാണ് ഒപ്പിട്ട് കൊടുത്തത്. അവൻ ഫ്രണ്ടിന്റെ ഭാര്യ. ആ പെണ്ണിനോട് സ്നേഹം കൊണ്ടാണ് ഇവൻ അവനോട് കഴിച്ചു കൊണ്ടിരുന്നു ആ 4 കൊല്ലങ്ങൾ. അത് എനിക്ക് അറിയില്ലാതായിരുന്നു. കിഷോർ സത്യ വേറൊരു മീഡിയക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയണ്ടായി ചേച്ചി എന്താ പരിചയപ്പെട്ടത് അടിവാരം എന്നുള്ള ലൊക്കേഷനിൽ വെച്ചിട്ടാണ്, സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത സമയത്തായിരുന്നു എന്നൊക്കെ. എങ്ങനെയാണ് കിഷോർ സത്യനെ കാണുന്നത്, പരിചയപ്പെടുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? ആക്ച്വലി വെച്ച് കഴിഞ്ഞാല് ഞാൻ അടിവാരം ഷൂട്ടിംഗ് പോകും മുൻപ് ഒരു 6 months മുൻപാണ് എന്റെ സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു. സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം എന്നെ ഒരാളും ബുക്കാക്കിയില്ല. കാരണം എല്ലാവർക്കും പേടിയാ. അവിടെ വന്നിട്ട് എന്തെങ്കിലും വൃത്തിക്കേട് കാണിച്ചാൽ എന്റെ ചെയ്യുന്നവരോട് പേടിയായിരുന്നു. പിന്നെ ജോസ് തോമസ് സാർ പറഞ്ഞു എന്നെ കൺവിൻസ് ചെയ്തിട്ട് അടിവാരത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു. ആ സമയം മുഴുവനും ബാബുയുടെ ഓർമ്മയിലായിരുന്നു ഞാൻ. സത്യം ബാബുവിനെ ഓർത്തിട്ട് കരഞ്ഞിട്ട്
ഭക്ഷണം കഴിക്കാനിട്ട് ഇങ്ങനെ ഇറങ്ങിയ ഒരു കക്ഷിയാണ് ഞാൻ. സമയത്ത് ഭക്ഷണം കഴിക്കില്ല, എല്ലാവരോടൊപ്പം ഇരിക്കില്ല, സംസാരിക്കില്ല. അപ്പോ അതിന് നമ്മൾ നല്ല അഭിനയിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. പക്ഷെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഏൽക്കാൻ ഒരാളും വന്നില്ല. കിഷോർ സത്യ മാത്രമാണ് റെസ്റ്റോറന്റ് ഡയറക്ടർ ആയിട്ട് കൊണ്ടിട്ട് എന്നോട് വന്നിട്ട് സംസാരിക്കും. എന്താ ഭക്ഷണം കഴിക്കാതെ, എന്താ ഇങ്ങനെ ഒരു ഇതായിട്ട് ഉള്ളത്, എന്താ എന്റെ അമ്മ ഇപ്പോഴാണ് കുറച്ച് മുൻപ് മരിച്ചു, അതിനെ പോലും ഞാൻ കറിഞ്ഞിട്ടില്ല. പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് കെയർ ചെയ്യാതെ ഒരു കച്ചിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കറിയാണ് നിങ്ങളൊക്കെ എന്നോർത്ത് വന്ന് ഭയങ്കര ഒരു സ്നേഹമായിട്ടിരുന്നു. അതുകൊണ്ട് പുള്ളിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്തോ പ്രശ്നം കൊണ്ട് പുള്ളി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ സിനിമ ഒന്നും ചെയ്തില്ല. പിന്നെ ആ സമയം നമ്മളോട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു, എനിക്കൊരു ഫ്രണ്ടായിരുന്നു. പിന്നെ വി സ്റ്റാർട്ടഡ് മൂവിങ് ആസ് ലവേഴ്സ്. പിന്നെ അത് കല്യാണത്തിലേക്ക് എത്തിയത് എങ്ങനെയാ? പുള്ളി പറഞ്ഞത് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു എന്നാണ്. ഫാമിലി എല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു കല്യാണമായിരുന്നോ? ഞാൻ പറയട്ടെ, നിർബന്ധിച്ചിട്ട് ഒരാളെ വിവാഹം കഴിക്കണമെങ്കിൽ ഞാൻ വെച്ച് കഴിഞ്ഞാൽ കലൈഞ്ഞറിന്റെ ഫാമിലി ഫ്രണ്ട്. തമിഴ്നാട്ടിൽ കലൈഞ്ഞർ അറിയൂല്ലേ? കലൈഞ്ഞർ രാജാത്തി അമ്മ ഒക്കെ അറിയൂല്ലേ? എന്റെ അച്ഛൻ രാഷ്ട്രീയത്തില് ഭയങ്കര ഒരു കണക്ഷനുള്ള ആളാണ്. ഓക്കെ, അപ്പടി നിർബന്ധിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ എന്റെ പോലും വിവാഹം കഴിച്ചു. മനസ്സിലായോ? നമുക്ക് കിഷോർ സത്യ ഒന്നും വേണ്ട. വെറുതെ ഒരു ഹസ്ബൻഡ് ജോലി അല്ലാതെ ഒരാള് ചെയ്തു. അടിവാര സമയത്ത് ഭയങ്കര ബിസി ആയിരുന്നു, ഒരു ഹസ്ബൻഡ് ഡയറക്ടറാ. പിന്നെ പുള്ളിക്ക് ജോലി ഒന്നും ഇല്ലാന്നിട്ട് ഇറങ്ങി. അങ്ങനെ ഒരാളെ പേടിപ്പിച്ച് കട്ടിട്ട് എനിക്ക് എന്താ ഗുണം ഉണ്ടാകുന്നത്? അതിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അതിന്റെ പകരം അതിനേക്കാൾ വലിയ നായകന്മാര്, പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ് ഒക്കെ നമുക്കറിയാം. പിന്നെ മോഡലിംഗ് ഫീൽഡിൽ കുറെ നല്ല മോഡൽസ് നമുക്കറിയാം, മെയിൽ മോഡൽസ്. അങ്ങനെ എന്തെങ്കിലും കട്ടിരിക്കാമല്ലോ. ഇങ്ങനെ പേടിപ്പിച്ച് കട്ടിട്ട് അതോടെ ജീവിതം ഉണ്ടാവും. ഇങ്ങനെ ഒരാള് ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നപ്പോൾ എന്നെ ഒരാൾ പേടിപ്പിച്ചാൽ ഞാൻ കട്ടുവോ? ഞാൻ പോലീസിലേക്ക് പോവും, പ്രശ്നത്തിലേക്ക് പോവും, എല്ലാം പ്രശ്നമൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെ ആൾ എന്നെ പേടിപ്പിച്ചു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പ്രശ്നമല്ലേ ഉണ്ടാക്കും. നിർബന്ധത്തെ കൊണ്ട് ഒരാൾ കട്ടാൻ പറ്റില്ല. നിർബന്ധത്തെ കൊണ്ട് കുറെ ഫോഴ്സിബിൾ ആയിട്ട് ഫാമിലി ചെയ്യും. അച്ഛൻ പറയും, അമ്മയെ പറയും, ഇങ്ങനെ ഈ പെണ്ണെ കട്ടിയേ പറ്റുന്നൊക്കെ പറയും. അത് ഫാമിലിയുടെ നിർബന്ധമാണ്. അതിന് നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ സ്വയം ആളായിട്ട് ഒരാൾ നിർബന്ധിച്ചിട്ട് എങ്ങനെ കട്ടും? എനിക്കത് അറിയില്ല. പിന്നെ ഇയാളെ നിർബന്ധിച്ച് കട്ടാൻ അപ്പൊ എന്തുകൊണ്ടാണ്? ഇനി കിഷോർ സത്യ വലിയ നായകനാണ്, വലിയ നടനാണ്, സമ്മതിച്ചു. അപ്പൊ ജസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ, അതിനുശേഷം ജോലിയിലെ എത്ര മൂവീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ പുള്ളി പണി ചെയ്തു. ഒന്നും അല്ലാണ്ട് കാശില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് കട്ടാനുള്ള ഒരു നിർബന്ധം ചാർമിളക്ക് എന്തിനാ? ഒരു ആർട്ടിസ്റ്റ്, ചാർമിള പോലത്തെ ഒരു ആർട്ടിസ്റ്റിന്, കിഷോർ സത്യ പോലത്തെ ഒരു ദേഹത്തിന് ഇങ്ങനെ ഫോഴ്സിബിൾ ആയിട്ട് കട്ടാൻ പറയും. അതിനേക്കാൾ എത്രയോ പയ്യന്മാരുണ്ടായിരുന്നു. അപ്പോ കേളിയുടെ സമയത്ത് ജയറാം വിവാഹം കഴിച്ചില്ല, വിനീത് വിവാഹം കഴിച്ചില്ല, കാബിലി വന്ന സമയത്ത് ഇങ്ങനെ അൺമാരിഡ് എത്രയോ ഹീറോസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒന്ന് കട്ടിക്കൂടെ? ഇയാൾ പുറകെ ഞാൻ എന്താ പോകുന്നത്? ഇയാൾ പുറകെ വന്നിട്ട് ലവ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇയാളെ ഞാൻ കട്ടി. ബാബു എന്നെ സ്നേഹിക്കാൻ അറിയില്ല, കിഷോർ അങ്ങനെയല്ല. കിഷോർ ഭയങ്കര സ്നേഹിക്കാൻ പറ്റിയ കക്ഷിയാണ്. ഞാൻ വെച്ച് കഴിഞ്ഞാല് ഒരു ഫാമിലി, ഒരു നല്ല ഫാമിലിയിൽ വളർന്നത്. എനിക്ക് ഒരു സിസ്റ്റേഴ്സ് ആരും ഇല്ല, അമ്മയെ മരിച്ചു, അച്ഛൻ മാത്രമുണ്ട്, സത്യവാൻ പണിക്കർ. പിന്നെ എനിക്ക് അനിമോൻ എന്ന് പറഞ്ഞത് എനിക്ക് ഒരു ബ്രദർ മാത്രമേ ഉള്ളൂ, എന്റെ അനിയൻ. ഇത്രയേ ഉള്ളൂ എന്റെ ഫാമിലി. അപ്പോ ഞങ്ങൾ സ്നേഹിക്കാനുള്ള ആളാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ മറ്റൊരു പോലത്തെ ആൾമാർ ഞങ്ങളല്ല. ഇങ്ങനെയാണ് പുള്ളി എന്നോട് പറഞ്ഞു. പിന്നെ സത്യത്തിൽ പുള്ളിയുടെ ഫാമിലി ഇതിന് ഒബ്ജക്ഷൻ ആയിരുന്നു. അപ്പൊ പുള്ളി പറഞ്ഞു, തൽക്കാലം നമുക്ക് വിവാഹം കഴിച്ചിട്ട് ഇന്ത്യയിൽ ഉണ്ടാകേണ്ട ഷാർജയിലേക്ക് പോകാം. ഷാർജയില് പുള്ളിക്ക് ഒരു ജോലി കിട്ടി. അപ്പൊ പുള്ളി പറഞ്ഞു, ആക്ച്വലി ഞാൻ പോയിട്ട് വന്നിട്ട് വിവാഹം കഴിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, വിവാഹം കഴിച്ചിട്ട് പോയിക്കോളൂ. ഞാൻ വെയിറ്റ് ചെയ്യും. 4 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്തു. സിനിമയ്ക്ക് പോകാൻ പാടില്ല എന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് സേതു മൂവി പോയി, പിന്നെ കുറെ നല്ല നല്ല മൂവീസ് പോയി. തമിഴിലെ നല്ല നല്ല വായ്പകൾ എനിക്ക് പോയി. കാരണം 4 കൊല്ലം അഭിനയിക്കേണ്ടെന്ന് പുള്ളി പറഞ്ഞത് കൊണ്ട് ഞാൻ 4 കൊല്ലം ചെന്നൈയിൽ നിന്നു. എന്റെ വീട്ടിൽ നിന്ന് കോമ്പയറിംഗ് മാത്രം പോയിരുന്നു. സ്റ്റേജ് കോമ്പയറിംഗ്, അതും ടിവിയിലല്ല. സ്റ്റേജ് കോമ്പയറിംഗും പിന്നെ മറ്റേ കുറെ ചെറിയ ചെറിയ പരസ്യങ്ങൾ, സാരി ആഡ്, അങ്ങനെ ചെറിയ ചെറിയ ആഡ്സ് ആണ് ഞാൻ പോയിട്ടുള്ളത്. ഇത്രയ്ക്ക് 4 കൊല്ലം വെയിറ്റ് ചെയ്യുന്ന ആവശ്യം എനിക്കില്ലല്ലോ. ഫ്രൈഡേ വിളിക്കും, കാരണം അവിടെ ഫ്രൈഡേ ലീവാണ് ഗൾഫിലെ. ഫ്രൈഡേ വിളിക്കും, സംസാരിക്കും. ആ കാലഘട്ടത്തിൽ മൊബൈൽ ഒന്നും ഇല്ല. അപ്പൊ ഫ്രൈഡേ പുള്ളിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ കാത്തിരിക്കും. 4 കൊല്ലമായിട്ടും പുള്ളി എനിക്ക് വീസ അയച്ചില്ല. അത് അറിഞ്ഞിട്ടാണ് ഞാൻ വെച്ച ഒരു സ്റ്റാർ പ്രോഗ്രാം വന്നു. അപ്പൊ അവിടെ എന്താ സംഭവം അറിയണം എന്നിട്ട് ഐ വെന്റ് ടു ദുബായ്.
ഫോർ എ സ്റ്റാർനെറ്റ് പ്രോഗ്രാം. അപ്പൊ പോയപ്പോ ഞാൻ പുള്ളിനെ വിളിച്ചു, ഞാൻ ദുബായിലാണെന്ന് പറഞ്ഞു. പുള്ളി വന്ന് കണ്ടു. ഭാര്യനെ സ്ഥിതിക്ക് നീ ഹോട്ടലിൽ നിൽക്കേണ്ട, വീട്ടിലേക്ക് വാ, ഇവിടെ പോയി താമസിക്കാൻ പറഞ്ഞ് 4 മാസം പുള്ളിയുടെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. ഇതാ സത്യം. ആ സമയത്ത് അവിടുത്തെ പത്രക്കാരെ പോലും വിളിച്ചിട്ട് നിങ്ങൾ എല്ലാം കൊടുത്തില്ലേ പത്രത്തില്, ഭർത്താവ് ഭാര്യനോട് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുള്ളൂ. സപ്പോസ് യു ഹാവ് കണക്ഷൻ വിത്ത് ദുബായ് ഓർ ഷാർജ പീപ്പിൾ, പത്രക്കാര് അവരൊക്കെ ചോദിച്ചാൽ അവർക്കറിയും. അതാണ് സംഭവം. ഡിവോഴ്സ് ആയതിനു ശേഷം ലീഗലി ഡിവോഴ്സ്ഡ് ആണല്ലോ രണ്ടുപേരും. അപ്പം അതിനുശേഷം എന്താ കോടതിയിൽ നിന്ന് ജീവിക്കാൻ എനിക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ അത് മാത്രമല്ല, ഞാൻ മാന്യമായിട്ട് പുറത്തേ വന്നു മറ്റേ വിവാഹ ബന്ധത്തിന്. കോർട്ടിന് മെയിൻ്റെനൻസ് അങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള സാധനം ചാർജ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ മെയിൻ്റെനൻസ് ചോദിക്കാമല്ലോ. 4 കൊല്ലങ്ങൾ എനിക്ക് പോയി, എന്റെ കരിയർ നഷ്ടപ്പെട്ടു. അപ്പൊ കോടതിയിലെ മെയിൻ്റെനൻസ് ചോദിക്കണമെങ്കിൽ ചോദിച്ചിരിക്കാം, ഞാൻ ചോദിച്ചില്ലല്ലോ. ഡീസെന്റ് ആയിട്ടല്ലേ ഞാൻ മ്യൂച്വൽ കൺസേണിന് പുറത്തേ വന്നു. പിന്നെ എന്നിട്ടും പുള്ളി എന്താ എന്നെ കുറിച്ച് പരാതി പറയുന്നു. ബാബു അലി ഇസ് ഫൈൻ, എന്തോ ഒരു ഇഷ്ടപ്പെടുന്ന സംതിങ് ഹാപ്പൻ, വിട്ടുപോയി. നീ ജീവിക്കൂ, ഞാൻ ജീവിച്ചോളാനും പോയി. എന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ 4 കൊല്ലങ്ങൾ വീട്ടിലെ വെറുതെ ചെന്നൈയിൽ എത്തിയിട്ട് പുള്ളി ഷാർജ പോയിട്ട് എന്റെ കരിയർ ഫുള്ള് നഷ്ടമാക്കിയിട്ട് പിന്നെ കോടതിയിലെ പോലും മെയിൻ്റെനൻസ് കേൾക്കാതെ ഞാൻ പുള്ളിനെ ഡൈവേഴ്സ് ചെയ്തു. അതിനെ പോലും നന്ദിയില്ലാന്നിട്ട് JB ജംഗ്ഷനിൽ ഡീസന്റ് ആയിട്ട് പെരുമാറി. അതിനും നന്ദിയില്ലാന്നിട്ട് വെറുതെ പരാതി പറഞ്ഞ് ഇയാൾക്ക് ഇറങ്ങുവാണെങ്കിൽ ചാർമിള പറയുന്നത് പറയാം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിട്ട് എന്റെ ഭർത്താവ് നെട്ടും. പുള്ളിയും ഡൈവേഴ്സ് ചെയ്തു, ആവശ്യമില്ല. പക്ഷെ എന്റെ മോനക്കൂടെ അച്ഛനും അത് കളയാതിരിക്കാനാണ് എന്റെ ഒരു ആഗ്രഹം. പക്ഷെ എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ കട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പൊ ഈ പ്രശ്നം ചെയ്തത് കിഷോർ എന്ത് പറഞ്ഞിരുന്ന പത്രത്തില്, ഓക്കെ ഞങ്ങൾ കട്ടി, എങ്കിൽ തമ്മിൽ എന്തോ ശരിയാവില്ല, ഓക്കെ ഫൈൻ. JB ജംഗ്ഷൻ ഞാൻ പറഞ്ഞത് കൊളക്ക് എന്തോ ശരിയായിട്ടില്ല, ഇത് വേസ്റ്റ് മാരേജാ, ഇത് ഒന്നും സംഭവത്തിൽ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കിയിരുന്നല്ലോ. വെറുതെ വെച്ചിട്ട് എന്തിനാ പരാതി പറയുന്നു? ഈ ബ്ലേഡും കാര്യങ്ങളും, ബ്ലേഡ് എന്തിനാ വന്നത്? ബ്ലേഡ് അഡ്വർടൈസ്മെന്റ് പാർട്ടിയാണ് ഞാൻ. കോമഡിയാണ് പുള്ളി ചെയ്യുന്നത്. എന്നെ വെച്ചിട്ട് ഒരാള് കഷ്ടപ്പെട്ടിട്ട് കൈ മുറിക്കാന് മരിക്കാൻ വേണ്ടിട്ട് അതിനെ ഒരു കോമഡി ആയിട്ട് ഇയാൾ എന്നെ പേടിപ്പിച്ചു എന്ന് വെച്ച്, എന്താ തോക്കും തുപ്പാക്കിയും വെച്ചിട്ടാണ് ഇയാൾ പേടിപ്പിച്ചു. പേടിക്കാൻ ഇവനെ കൊച്ചാണ്. എന്ത് കോമഡിയാ സംഭവം പറയും. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.